ഓക്കെ. അത് ഞാൻ അബ്ദു പുയൽ അഗ്രോ ഫാം. ഞാനിന്നത് ഷെയ്ഖ അക്കാദമി. ഇവരൊരു കോളേജിലാണുള്ളത്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഭയങ്കര കുന്നിൻ്റെ മുകളിൽ ആ വെയിൽ നിൽക്കാൻ കഴിയില്ല. അമ്മാതിരി വെയിലുള്ള മൊട്ടക്കുന്ന്. പരിസരത്തൊക്കെ നല്ല തണലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര കുന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു 2 വർഷം കൊണ്ട് നല്ലൊരു ഫോറസ്റ്റ് ആക്കാൻ പോവാം. ഇതിൽ മാവുകളാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. പിന്നെ മിയാവാക്കി ചെയ്യുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് മാവിൻ്റെ വെറൈറ്റീസാണ്. ആപ്പൂസ് ഉണ്ട്, കാലാപ്പാടി ഉണ്ട്. കണ്ടോ, ഈ ഭാഗം മൊത്തം ഇത് വെച്ച് ഇങ്ങനെ കവറാക്കും. ഹിമാപസന്ത് ഇങ്ങനത്തെ മാവുകളാണ്. നമ്മുടെ മജീദ് ഭായി ഉണ്ട്. ഇതാ സുപ്രൈസിങ് മൂപ്പറാണ്. ഇതാ പണിക്കാർ താഴെ തൈ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് ഫുള്ള് ഫാം ഐറ്റംസുകൾ കൊടുത്താണ്. ഫുള്ള് ഫാം ഐറ്റംസ്. ചെറിയ കൊട്ട അതിൽ കുറ്റിക്കുരുമുളകാണ് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ബുഷ് പെപ്പർ. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും മൊട്ടക്കുന്നുണ്ട് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് നല്ല കാടാക്കി തരുന്നുണ്ട്. മിൽക്ക് ഫ്രൂട്ടിൻ്റെ പർപ്പിളും റെഡുമാണ്. എൻട്രൻസിൽ നാംഡോഗുമായി കൊടുത്തിട്ടുണ്ട്. 2 നാംഡോഗുമായി. പിന്നെ അത്തി, ചെറിയ സ്പേസിലൊക്കെ അത്തി. ഇതൊരു ലോഡ് സാധനം അതാ ഇനി ഇറക്കാനുണ്ട്. ഒക്കെ പ്ലാന്റ് ചെയ്യാനുള്ളതാണ്. ഈ ഭാഗം ഫുള്ള് നമ്മൾ കൊടുക്കുന്ന പ്ലാവിൻ്റെ വെറൈറ്റിയാണ്. J33, റെഡ് ജാക്ക്, അതായത് ടാങ്ക് സൂര്യ, വിയറ്റ്നാം എയർലി, പിന്നെ ചിക്കുവിൻ്റെ വെറൈറ്റീസ്. ഇങ്ങോട്ട് പൊങ്ങിയിട്ട് കാടാവണം. ഇതിപ്പോൾ തൈ ഇനി ഇറക്കാനുള്ളതാണ്. ഇറക്കിയിട്ട് ഇപ്പോൾ പ്ലാന്റ് ചെയ്യും. ബാമ്പു വെറൈറ്റി ഉണ്ട്, റെഡ് ഫാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് അവിടെ നിന്ന് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അടിപൊളി സൈറ്റാണ് കാണാൻ. കണ്ടോ, ശരിക്കും കാടായി കഴിഞ്ഞാൽ അതേമാതിരി തന്നെ ആവും. ഇത് വയനാട് ആനക്കാമ്പയിലൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം. കണ്ടോ, ഇതിലൊക്കെ മാവിൻ്റെ വെറൈറ്റീസ്, പ്ലാവിൻ്റെ വെറൈറ്റീസൊക്കെ ചെയ്യുകയാണ്. കുയ്യെടുത്ത് ആദ്യം ഡോളോമേറ്റ് ഇട്ട് പിന്നെ വളം ചെയ്ത് വളരെ പ്രൊഫഷണലായിട്ടാണ് നമ്മൾ ചെയ്യുക. ഇതിൻ്റെ മെയിൻ്റെനൻസും നമ്മൾ ഏറ്റെടുക്കും. ഉളറ്, ചേലന്, നാടൻ വെറൈറ്റീസൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഫില്ല് ചെയ്ത മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ കുയ്യെടുക്കുന്നത്. അതല്ലെങ്കിൽ 70 കുയ്യെടുക്കണം. വെള്ളം നിൽക്കാത്ത രീതിയിൽ. ഇത് വിയറ്റ്നാം മേരലയാണ് നടുന്നത്. ഓരോന്നിനും നമുക്ക് ഇത് വണ്ടി പോകുന്ന സ്ഥലമായതുകൊണ്ട് വിയറ്റ്നാം മേരലി വല്ലാതെ ബുഷായിട്ട് ഉണ്ടാവാത്തൊരു ചെടി ആയതുകൊണ്ട് വക്കത്ത് വെക്കുന്ന. വലിയ ബുഷാകുന്ന വെറൈറ്റീസൊക്കെ നമ്മൾ ദൂരെ വെക്കും. പേര വെറൈറ്റിയാണ്. ഉളറ്, ചേലൻ, എല്ലാ ഐറ്റംസും വെക്കുന്നുണ്ട്. അതാ വളരെ പ്രൊഫഷണലായിട്ട് വെച്ച് അതിൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുക, ബന്ധപ്പെട്ടാൽ മതി. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ജൂൺ 5 പരിസ്ഥിതി ദിനം. അന്ന് പല ആളുകളും പല സംഘടനകളും പബ്ലിക് പ്ലേസിൽ തൈകൾ നടാറുണ്ട്. അതിൽ തൈ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജൂൺ 4 നമ്മൾ തൈ സപ്ലൈ ചെയ്യും. പേയ്മെൻ്റ് ഒന്നും തരണ്ട, ഫ്രീ ആയിട്ട് തരും. സംഘടനകൾക്കാണ് തരിക. ഒരു 10ഓളം തൈകൾ സംഘടനക്ക് തരും. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. താഴെ നമ്പറുണ്ട്, നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. പുയൽ അഗ്രോ ഫാം, കാരശ്ശേരി മുക്കം. ഇതാണ് സ്പേസ്. അവിടെയാണ് പ്ലേസ്. അവിടെ വരിക, നിങ്ങൾക്ക് തൈ കൊണ്ടുപോവാം. പക്ഷേ അടുത്ത വർഷം അതിൻ്റെ റിവ്യൂ നിങ്ങൾ തരും വേണം. തൈ നട്ട രീതികളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഓക്കെ, ബായ്.